അസ്സലാമു അലൈക്കും. ഇന്ന് റിവിഷൻ നടത്തുന്നത് 7ാം ക്ലാസ്സിലെ താരീഖിലെ 1 മുതൽ 9 വരെയുള്ള പാഠങ്ങൾ. ഹസൻ റളിയല്ലാഹു അൻഹു, പിതാവ് അലി റളിയല്ലാഹു അൻഹു, മാതാവ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ജനന വർഷം ഹിജ്റ 3-ാം വർഷം റമദാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. എവിടെ വെച്ചായിരുന്നു ജനനം? മദീനയിൽ. ജനനം മദീനയിൽ. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. ചോദ്യങ്ങൾ ചോദിക്കാം. ആരാണ് പറഞ്ഞത്? ആര് പറഞ്ഞു? ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് താഴെ അല്ലാഹുമ്മ ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു എന്ന് കാണാം. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അലി റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു. ഇന്നി ഉഹിബ്ബുഹു, ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു. ഇവനെ നീയും ഇഷ്ടപ്പെടണമേ. ഫഅഹിബ്ബഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ശാരീരിക സാമീപ്യമുള്ള ആളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ശാരീരികമായി നബിയോട് സാമ്യമുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം ദിവസം, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ച് 7-ാം ദിവസം അഖീഖത്ത് അറുത്തു. ദമസ്കസിലെ ഗവർണർ ആയിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം മുആവിയ ഞാനാണ് ഭരണാധികാരി ആവേണ്ടത് എന്ന് കരുതുകയും അതിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവസാനം സംഘട്ടനത്തിലേക്ക് എത്തുമെന്ന് കണ്ടപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുക്കുകയും ചെയ്തു അല്ലേ. അപ്പം അന്ന് ഡമസ്കസിലെ ഗവർണറായിരുന്നു ആര്? മുആവിയ. ഹിജ്റ 40-ൽ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്തു. വർഷം ഓർമ്മ വേണം. ഹിജ്റ 40. ഈ വർഷത്തിന് ഐക്യവർഷം, അറബിയിൽ ആമുൽ ജമാഅ എന്നറിയപ്പെടുന്നു. ഏതാണ് ഐക്യവർഷം? ഹിജ്റ 40-ൽ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്ത വർഷമാണ് ആമുൽ ജമാഅ എന്നറിയപ്പെടുന്നത്. ഹിജ്റ 49-ൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വിഷബാധയേറ്റു വഫാത്തായി. എങ്ങനെയാണ് വഫാത്തായത് ചോദിക്കാം. ഏതു വർഷമാണ് ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഹിജ്റ 49. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ജന്നത്തുൽ ബഖീഇൽ. ഇനി നമുക്ക് കർബലയെ കുറിച്ച് പഠിക്കാം. നടന്ന വർഷം ഹിജ്റ 61. ആരാണ് ഹസൻ റളിയല്ലാഹു അൻഹു? ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മകൻ തന്നെയാണ്. ആരും? ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇറാഖിലെ ഗവർണർ ആയിരുന്നു ആര്? ഉബൈദുല്ലാഹിബ്നു സിയാദ്. ഉബൈദുല്ലാഹിബ്നു സിയാദിന്റെ സൈന്യം ആണ് ആരെ വധിച്ചത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്. ഇത് എപ്പോഴായിരുന്നു? മുഹറം 10-നായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 4-ാം വർഷം, മാസം ഷഅബാൻ മാസത്തിലാണ്. സ്ഥലം മദീന. ഓർമ്മിച്ചു വെക്കുക. ഹിജ്റ 4-ാം വർഷം ഷഅബാൻ മാസത്തിൽ മദീനയിലാണ് ആര് ജനിച്ചത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഇനി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ പേര് ഹർബ് എന്നായിരുന്നു. ആദ്യം ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരെന്തായിരുന്നു? ഹർബ് എന്നായിരുന്നു ആദ്യത്തെ പേര്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും നബിയോട് രൂപസാദൃശ്യമുണ്ട്. ഇനി അശറത്തുൽ മുബശ്ശിറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10. അവർ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ 10 പേരാണ് അവർ. അവരെന്താ പ്രത്യേകത? ആദ്യകാലത്ത് തന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. മാത്രമല്ല എല്ലാ വെല്ലുവിളികളും നേരിട്ടവരാണ് അവർ. എല്ലാ പ്രയാസങ്ങളും സഹിച്ചവരാണ് ആര്? ഈ അശറത്തുൽ മുബശ്ശറ എന്നറിയപ്പെടുന്ന 10 പേര്. ആരൊക്കെയാണ്?
ആദ്യത്തെ 4 പേരെ നമുക്കറിയാം അല്ലേ? ഖുലഫാ റാഷിദീങ്ങളാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തതൊന്ന് മനസ്സിലാക്കി വെക്കുക. സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അങ്ങനെ ഓരോരോ പാഠങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ആര്? സഅദ് ബിൻ അബി വഖാസ്. ഉറച്ചു നോക്കണം. മൂന്നാമതായി ഇസ്ലാമിലേക്ക് വന്നത് സഅദ് ബിൻ അബി വഖാസ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ എത്രയായിരുന്നു വയസ്സ്? 17 വയസ്സ്. സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലിലൂടെ കടന്നു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? സഅദ് ബിൻ അബി വഖാസ്. ഓർമ്മിച്ചു വെക്കണം. താരീഖിൽ ഒരുപാട് പേരുകളും വർഷങ്ങളും ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വർഗാവകാശി എന്ന് പറയുമ്പോൾ തന്നെ ആരെ ഓർമ്മ വരണം? സഅദ് ബിൻ അബി വഖാസ്. ആ വാതിൽ എന്ന് പറയുമ്പോൾ സഅദ് ബിൻ അബി വഖാസ്, വഖാസ് വാതിൽ എന്ന് ഓർമ്മ വരണം അല്ലേ? ഓക്കെ, സഅദ് ബിൻ അബി വഖാസ് അല്ലേ, വാതിൽ. ബദറിൽ ഒഴികെ ബാക്കി എല്ലാ രംഗങ്ങളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വഫാത്തായത് മദീനയിലാണ്. മറവ് ചെയ്തത് ജന്നത്തുൽ ബഖീൽ. മദീനയിൽ പുറത്താണ് വഫാത്ത്. ജന്നത്തുൽ ബഖീലാണ് ഖബർ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിൽ ഗവർണറായിരുന്നു. ആര്? സഅദ്. മദായിൻ വിജയം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. മദായിൻ വിജയം ആരുടെ നേതൃത്വത്തിലായിരുന്നു? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 10 പേരിൽ ഏറ്റവും അവസാനം വഫാത്തായ വ്യക്തി, അശ്റത്തുൽ മുബശ്ശറയിൽ അവസാനം വഫാത്തായതാരാ? സഅദ് ബിൻ അബി വഖാസ്. മുഹാജിറുകളിൽ ഏറ്റവും അവസാനം വഫാത്തായ വ്യക്തിമാർ തന്നെയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഈദ് ബിൻ സെയ്ദ്, അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവാണല്ലേ? സഹോദരിയുടെ ഭർത്താവ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ഒരാളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുടെ പേരെന്താ? ആത്തിഖ അല്ലേ? ആത്തിഖയുടെ സഹോദരനാരാ? സഈദ് ബിൻ സെയ്ദ്. ആത്തിഖയുടെ സഹോദരനാണ് സഈദ് ബിൻ സെയ്ദ്. ആത്തിഖ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. അല്ലാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഅദിന് നീ നിഷേധിക്കരുതേ എന്ന ഈ പ്രാർത്ഥന നടത്തിയത് ആരാണ്? സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്, ബാപ്പ അല്ലേ? ബദറിൽ ഒഴികെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ആര്? സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. എവിടെയാണ്? അഖീഖിൽ. ഏതാ വർഷം? ഹിജ്റ 51. മറവ് ചെയ്തത് ജന്നത്തുൽ ബഖീ. സ്ഥലം വർഷം ഓർമ്മ വേണം, സ്ഥലം ഓർമ്മ വേണം. ഹിജ്റ 51 ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്തു. അഖീഖിലാണ് അല്ലേ? നമ്മുടെ നബിയുടെ സ്വർഗത്തിലെ സഹചാരി ആരാണ്? സുബൈർ ബിനുൽ അവ്വാം. സ്വർഗത്തിലെ സഹചാരി സുബൈർ ബിനുൽ അവ്വാം. സുബൈർ ബിനുൽ അവ്വാം ബനു അസദ് കുടുംബമാണ്. ഭാര്യ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ ബീവിയാണ് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹുവിൻ്റെ ഭാര്യ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളാരാ? അസ്മാ. സുബൈർ ബിൻ അവ്വാമിൻ്റെ ഭാര്യ ആരാണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മാ ബീവി. സുബൈർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ അസ്മാ ബീവി. 15-ാം വയസ്സിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ് നമ്മുടെ സുബൈർ റളിയല്ലാഹു. സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത് ആര്? അംറു ബിനു ജർസൂം, അംറു ബിനു ജർമൂസ്. അംറു ബിൻ ജർമൂസ് ആണ്
കൊന്നത് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ. എത്ര വയസ്സ്? 64. ഖബർ എവിടെയാണ്? ബസ്റയിൽ. മരിച്ച വർഷം 36. ഓർമ്മിച്ചു വെക്കണം. 64 വയസ്സിൽ ബസ്റയിൽ ഹിജ്റ 36 സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഇനി ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ്, കുടുംബം ബനൂ തൈമാണ്. ഒരു നല്ല വ്യാപാരിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, വലിയ ദാനശീലനായിരുന്നു, ധാരാളം കൊടുക്കുന്ന ആളായിരുന്നു. ആര്? ത്വൽഹ റളിയല്ലാഹു അൻഹു അല്ലേ. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗം ഉറപ്പാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എപ്പോഴാണ്? ഉയരമുള്ള ഒരു പാറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുത്തു. ഉയരമുള്ള പാറയിലേക്ക് കയറാൻ നബിക്ക് ഇരുന്നു കൊടുത്തപ്പോഴാണ് ത്വൽഹ സ്വർഗം ഉറപ്പാക്കി ഔജബ ത്വൽഹ എന്ന് പറഞ്ഞതല്ലേ. ഇനി ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്ത് വർഷം 36. ഏതാ മാസം? ജുമാദുൽ ഉഖ്റ, തീയതി 25. എത്ര വയസ്സാണ്? 64 വയസ്സ്. ഖബർ ബസ്റയിലാണ് ഖബർ. ഉഹുദിൽ നബിയുടെ കവിളിൽ തറച്ച പടയങ്കി മുൻപല്ലുകൊണ്ട് പറിച്ചെടുത്തത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ആരെയാണ്? അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദയാണ് അല്ലേ. ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ, അതിന്റെ അറബി എന്താണ്? അമീനു ഹാദിഹിൽ ഉമ്മ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് അദ്ദേഹത്തിന് ഇസ്ലാം മതം എത്തിയത്. ആർക്ക്? അബൂ ഉബൈദ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഷാമിൽ പ്ലേഗ് പടർന്നത്. ആ പ്ലേഗ് ആരെയും ബാധിച്ചു? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും പ്ലേഗ് ബാധിച്ചു. പ്ലേഗ് ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മരിച്ചത് പ്ലേഗ് ബാധിച്ചിട്ടാണ്. അപ്പോൾ പ്ലേഗിനെ കുറിച്ച് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബാധിച്ചു, അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇനി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മരണവർഷം ഹിജ്റ 18, സ്ഥലം ജോർദാനിലെ ബൈസാൻ, വയസ്സ് 58. 58-ാം വയസ്സിൽ ജോർദാനിലെ ബൈസാനിൽ ഹിജ്റ 18. ആര് മരിച്ചു? അബൂ ഉബൈദ. പേര് ഓർമ്മ വരണം, അബൂ ഉബൈദ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, മദീനയിലുള്ള അൻസാരി സഹോദരൻ ആണാര്? സഅദ് ബിൻ റബീഅ. കച്ചവടം ചെയ്ത് വലിയ ധനികനായി മാറി. ആര്? അബ്ദുറഹ്മാൻ. തബൂക്ക് വേളയിൽ അദ്ദേഹം 8000 ദിർഹം വില വരുന്ന 200 ഊഖിയ സ്വർണം നൽകി. എത്ര സ്വർണം നൽകിയത്? 200 ഊഖിയ. എത്ര അതിന് വില? 8000. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നബിയുടെ ഭാര്യമാരുടെ സംരക്ഷണ ചെലവുകൾ വഹിച്ചിരുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആയിരുന്നു. നബിയുടെ വഫാത്തിന് ശേഷം ഭാര്യമാരുടെ ചെലവേറ്റെടുത്തത് ആരാണ്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ 8 പേരിൽ ഒരാളായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മരണം ഹിജ്റ 32, വയസ്സ് 72 വയസ്സ്. ജനാസ നിസ്കാരത്തിന് നേതൃത്വം വഹിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.